ഹലോ പ്രിയപ്പെട്ടവരെ, മാൻ സിറ്റിയുടെ വീടായ എത്തിഹാദ് ഇന്ന് യുദ്ധക്കളമാകാൻ പോവുകയാണ്. കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായി ക്ലാസിക്കോ പോരാട്ടമായി മാറിക്കൊണ്ടിരിക്കുന്ന മാൻ സിറ്റി റിയൽ മാഡ്രിഡ് പോരാട്ടം ഇന്ന് രാത്രി സിറ്റിയുടെ മൈതാനമായ എത്തിഹാദിൽ വെച്ച് നടക്കാൻ പോവുകയാണ്. 12 മത്സരങ്ങൾ ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ സിറ്റി വിജയിച്ചത് 4 തവണയും റിയൽ മാഡ്രിഡ് വിജയിച്ചത് 3 തവണയുമാണ്. 5 മത്സരങ്ങൾ സമനിലയിലാണ് പിരിഞ്ഞത്. പോരാട്ടത്തിന് വീര്യം കൂട്ടാൻ എംബാപ്പ ഹാലണ്ട് താരങ്ങളുടെ ആട്ടവും എത്തിഹാദിൽ കാണാൻ സാധിക്കും. ഇരു കൂട്ടർക്കും ഇത്തവണ വലിയ കളിമികവ് പറയാനില്ല. റിയൽ മാഡ്രിഡിനെ സംബന്ധിച്ച് ഡിഫൻസിലെ അവരുടെ കുന്തമുനയായ റുഡിഗർ ഇല്ലാതെയാണ് അവർ ഇന്നിറങ്ങുന്നത്. പരിക്ക് പറ്റി പുറത്തായ റുഡിഗർ വിശ്രമത്തിലാണ്. ഉടനെയൊന്നും മാഡ്രിഡ് നിരയിൽ റുഡിഗറെ കാണാൻ സാധിക്കില്ല. റുഡിഗറിന് പുറമെ ലൂക്കാസ് വാസ്കസ്, ഡാനി കാർവജാൽ, എൽഡർ മിൽത്താവോ, ഡേവിഡ് അലാബ തുടങ്ങിയവരും ഇഞ്ചുറി കാരണം പുറത്താണ്. മിഡ്ഫീൽഡിൽ കളിക്കുന്ന ഷൗവാമിനിയാണ് ആൻസലോട്ടി ഡിഫൻസിലെ ജോലി ഏൽപ്പിച്ചിരിക്കുന്നത്. എത്രത്തോളം ഡിഫൻസിനെ രക്ഷിക്കാൻ ഷൗവാമിനിക്ക് സാധിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. എന്നാൽ ഇതുകൊണ്ടൊന്നും റിയലിനെ എഴുതിത്തള്ളാൻ സാധിക്കില്ല. റിയലിന്റെ മുന്നേറ്റ നിര വളരെ മികച്ച ഫോമിൽ തന്നെയാണ്. എംബാപ്പെ, വിനീഷ്യസ്, റോഡ്രിഗോ അടങ്ങുന്ന മുന്നേറ്റ നിര എതിർ ടീമുകൾക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. മിഡ്ഫീൽഡിൽ കരുത്തേകാൻ ബെല്ലിംഗവും റിയലിനായി ഉണ്ടാവും. സിറ്റിയെ സംബന്ധിച്ച് അവരുടെ മെയിൻ മിഡ്ഫീൽഡറായ റോഡ്രിഗോ ഇല്ലാത്തത് സിറ്റിയെ ലീഗിൽ തന്നെ പുറകിലേക്ക് വലിച്ചിരുന്നു. പുതിയ സൈനിങ്ങളായ മർമോഷ്, ഖുസാനോവ്, ഗോൺസാലസ്, റെയ്സ് തുടങ്ങിയവർ പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിലും ബിഗ് മാച്ചിൽ അവർ സിറ്റിക്കായി ഇറങ്ങിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. സിറ്റിയുടെ ബുദ്ധികേന്ദ്രമായ ഡിബ്രൂയിന് സ്റ്റാർ സ്ട്രൈക്കറായ എർലിംഗ് ഹാലണ്ടിലേക്ക് കൂടുതൽ ബോളുകൾ എത്തിക്കാൻ സാധിച്ചാൽ അത് വലയിലെത്തിക്കാൻ ഹാലണ്ടിന് വലിയ പാടുണ്ടായിരിക്കില്ല. റിയൽ മാഡ്രിഡിന്റെ മിഡ്ഫീൽഡിൽ നിന്നും കൂടുതൽ ആളുകളെ സെൻട്രലിലേക്ക് വലിച്ച് കൂടുതൽ ബോളുകൾ ഹാലണ്ടിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ സിറ്റിക്ക് കാര്യങ്ങൾ എളുപ്പമായി. എന്നാൽ റിയലിന്റെ സ്റ്റാർ സ്ട്രൈക്കറായ എംബാപ്പ കൂടുതൽ ഗോളുകളിലേക്ക് എത്തിച്ചേർന്നാൽ സിറ്റിക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല. എന്തായാലും ആവേശകരമായ മാച്ചിൽ ആരാണ് വിജയിക്കുക എന്ന് കണ്ടു തന്നെ അറിയാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ വീഡിയോയ്ക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്